ആഫ്റ്റർനൂൺ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറാണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ റെഗുലറായിട്ട് വരാം. നിങ്ങൾ തെവനീസ് പഠിച്ചിട്ടുണ്ട്. തെവനീൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണേ മാക്സിമം പവർ ട്രാൻസ്ഫറും കാണുക. അതിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെവനീസിൽ നിന്ന് മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ ഇതാണ്. പി മാക്സിമം പവർ ട്രാൻസ്ഫർ ഇസ് ഈക്വൽ ടു VTH²/4RTH. ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. VTH കാണണം, RTH കാണണം. VTH²/4RTH എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Pmax കിട്ടും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാണ്. നമ്മൾ ഗ്രൂപ്പിലിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഡിസംബർ 2022 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് ആ ക്വസ്റ്റ്യന്. ഡിറ്റർമിൻ ദി വാല്യൂ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദി തെവനീസ് ഈക്വലൻറ്റ് സർക്യൂട്ട് അക്രോസ് ദി ടെർമിനൽ X ആൻഡ് Y. VTH കാണുക, RTH കാണാനാണ്. Determine the value of resistance to be connected across X and Y so that maximum power is transferred to it. Also they calculate maximum power transferred. X and Y maximum power transfer ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? VTH കാണുക, RTH കാണുക, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഏതാണ്? ഒരു 48 വോൾട്ട് തന്നിട്ടുണ്ട്. സപ്ലൈ വോൾട്ടേജ് സോഴ്സ്, ഒരു 10 ആംപിയർ സപ്ലൈ, ഒരു 4 ohm, 2 ohm, 4 ohm. ദെൻ നമ്മൾ എന്ത് ചെയ്യണേ? ആ സർക്യൂട്ട് ഒന്ന് എന്ത് ചെയ്യണേ? റീഡ്രോ ചെയ്യണം. ഒരു 4 ohm ഉണ്ട്, എഗെയിൻ ഒരു 4 ohm ഉണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സ് അതിൻ്റെ മുന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. ദെൻ ഒരു 4 ohm, 2 ohm, 4 ohm. ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതെത്ര? 48 വോൾട്ടാണ്. ദെൻ കറണ്ട് എത്ര കൊടുത്തിരിക്കുന്നു? 10 ആംപിയർ. ഡയറക്ഷൻ ടുവേർഡ്സ് 10 ആംപിയർ. 4 ohm, 2 ohm, 4 ohm. X and Y ഈ ടെർമിനലിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. VTH കാണണം. ആദ്യത്തെ സ്റ്റെപ്പ് ടു ഫൈൻഡ് RTH ആണ് ഫസ്റ്റ് കാണേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ട് റീഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റീഡ്രോ ചെയ്യേണ്ടത്? ആദ്യം വോൾട്ടേജ് സോഴ്സ് ഒഴിവാക്കണം. സോഴ്സുകളെല്ലാം ഒഴിവാക്കണം. വോൾട്ടേജ് സോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. ഒരു 4 ohm വന്ന് ദെൻ കറണ്ട് സോഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്യാണ് ചെയ്യാറ്. കറണ്ട് സോഴ്സ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. ഒരു 2 ohm കിട്ടി. പിന്നെ ഒരു 4 ohm ഉണ്ട്, എഗെയിൻ ഒരു 4 ohm ഉണ്ട്. ഇത്രയാണ് ഈ സർക്യൂട്ടിലുള്ളത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിൽ ഈ ലാസ്റ്റ് 2 എണ്ണം ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന, വെർട്ടിക്കലായിട്ട് ഒരു 4 ohm ഉണ്ട്, ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന 4 ohm എടുത്തിട്ട് താഴത്തോട്ടിടണം. അങ്ങനെ ഇടുമ്പോൾ ഈ സർക്യൂട്ട് എന്തായിട്ട് മാറും? ഇവിടെ ഒരു 4 ohm ഉണ്ട്, 2 ohm, 4 ohm. ഇതാണ് ഈ സർക്യൂട്ടിൽ ഒരു 4, 2, 4 ohm. ദെൻ ഈ സർക്യൂട്ടിൽ എന്ത് ചെയ്യും? ഈ ലാസ്റ്റ് 2 4 ohm ഉണ്ട്. ഈ 2 4 ohm എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരൊറ്റ റെസിസ്റ്റൻസ് ആക്കിയിട്ട് മാറ്റണം. അത് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? 4 × 4, 4 × 4. അടുത്ത പേജിൽ ചെയ്യാം. 4
4 × 4 ഡിവൈഡഡ് ബൈ 4 + 4. 4 × 4 എന്നത് 16 / 8 ഇസ് ഈക്വൽ ടു 2 ഓം. ദെൻ ലാസ്റ്റ് ഉള്ളത് എന്ത് ചെയ്യും? ഇവിടെ ഉള്ളത് 2 ഓം ആയിട്ട് മാറും. അഗെയിൻ 2 ഓം, 4 ഓം, 4 ഓം, എക്സ് ആൻഡ് വൈ. ഇതാണ് മുന്നത്തെ സർക്യൂട്ടിലുണ്ടായിരുന്ന 2 ഓം മാറിക്കഴിഞ്ഞാൽ. ദെൻ ഈ 2 ഓം എന്ത് ചെയ്യും? നമ്മൾ താഴോട്ടിട്ട് എന്ത് ചെയ്യും? ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന 2 ഓമിന് എന്ത് ചെയ്യും? താഴോട്ടിടും. അങ്ങനെ ഇടുമ്പോൾ എന്ത് വരും? രണ്ട് 2 ഓം എന്ത് ചെയ്യും? ഇങ്ങനെ വരും. ഇവിടെ 4 ഓം, ഇവിടെ 4 ഓം. എക്സ് ആൻഡ് വൈ ടെർമിനൽ ഇവിടെ ഉണ്ട്. ഈ 2 ഉം 2 എന്ത് ചെയ്യാണ്? കണക്റ്റഡ് ആസ് എ സീരീസാണ്. സീരീസ് ആകുമ്പോൾ എന്ത് വരും? 2 + 2 എന്ന് വരും, 4 വരും. ടോട്ടൽ ഈക്വൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 4 വരും. അഗെയിൻ ഈ 4 ഇങ്ങോട്ട് എടുത്ത് എഴുതി, ഈ 4 ഇങ്ങോട്ട് എടുത്ത് എഴുതി. 4 ഓം. ഇവിടെ എക്സ് ടെർമിനൽ ഉണ്ട്, ഇവിടെ വൈ ടെർമിനൽ ഉണ്ട്. ഈ 4 ഓം എന്താണ്? ഇൻ ബിറ്റ്വീൻ പാരലലാണ്. പാരലാകുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് വരും? 4 × 4 ഡിവൈഡഡ് ബൈ 4 + 4 ഇസ് ഈക്വൽ ടു അഗെയിൻ 16/8 ഇസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ ഇവിടെ 2 ഉം 4 ഉം എന്ത് ചെയ്യുകയാണ്? അടുത്ത് എന്ത് ചെയ്യും? ഇവിടെ 2 ഓം വരും. അഗെയിൻ ഇവിടെ എന്ത് ചെയ്യും? 4 ഓം വരും. ഇവിടെ എക്സ് വൈ ടെർമിനൽ. ഈ 4 ഈ വെർട്ടിക്കലായിട്ട് കിടക്കണം 4 എടുത്തിട്ട് എന്ത് ചെയ്യും? താഴോട്ടിടും. അങ്ങനെ ഇടുമ്പോൾ എന്ത് വരും? 4. അവിടെ ഓൾറെഡി ഒരു 2 ഓം ഉണ്ട്. എക്സ് വൈ. ഈ 4 ഉം 2 എന്ത് ചെയ്യാണ്? സീരീസ് കണക്ഷൻ. സീരീസ് ആകുമ്പോൾ എന്ത് വരും? ആഡ് ചെയ്ത് വരും. ടോട്ടൽ റിസൾട്ടൻ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യും? 4 + 2 6 ഓം. അതിങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ RTH എന്ത് വരും? റെസിസ്റ്റൻസ് അക്രോസ് ദി RTH ഇസ് ഈക്വൽ ടു 6 ഓം കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്? RTH കാണുക. ആദ്യം എന്താ ചെയ്യാൻ നോക്കണം? ആദ്യം നമ്മൾ ഈ സർക്യൂട്ടിൽ എന്ത് ചെയ്തു? വോൾട്ടേജ് സോഴ്സ് ഒഴിവാക്കി, കറണ്ട് സോഴ്സ് ഒഴിവാക്കി. വോൾട്ടേജ് സോഴ്സ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്തു. ഇവിടെ ഷോർട്ട് ചെയ്ത് വെച്ച്. ദെൻ കറണ്ട് സോഴ്സ് തന്നെ അവിടെ റിമൂവ് ചെയ്തു. ദെൻ ഈ 4 ഓം എടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ മുകളിൽ കിടക്കുന്ന 4 ഓം ഓരോ റെസിസ്റ്ററും എന്ത് ചെയ്യണം? വെർട്ടിക്കലാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സീരീസ് ആണല്ലോ പാരലാണോ എന്ന് പറയാൻ പറ്റും. 4 ഓമിനെ എടുത്ത് താഴോട്ട് ഇറക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു 4 × 4 വന്നു. 4 ഉം 4 ഉം പാരലൽ വന്നു. 4 ഉം 4 ഉം പാരലൽ വന്നു കഴിഞ്ഞാൽ അത് എത്ര ഓം കിട്ടും? 2 ഓം. 2 ഓം ഇവിടെ കിട്ടി. ഇവിടെ 2 ഓം 4 ഓം കിട്ടും. ദെൻ സർക്യൂട്ട് എന്തായിട്ട് മാറും? 2 ഓം ഉണ്ട്, ഇവിടെ 2 ഓം കിട്ടി, 4 ഓം. ഈ 2 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പാരലായിട്ട് കാണുന്ന റെസിസ്റ്റൻസ് ആണ്. ദെൻ ഈ രണ്ടാമത് കിടക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? താഴോട്ട് ഇറക്കിയിടും. അങ്ങനെ ഇറക്കിയിടുമ്പോൾ എന്താണ്? 2 ഉം 2 ഉം വെർട്ടിക്കലായിട്ട് വരും. ഈ 2 ഇറക്കിയിട്ടതും ഇവിടെ ഓൾറെഡി ഉള്ള 2 സീരീസ് കണക്ഷൻ വരുമ്പോൾ എന്താണ്? 4 കിട്ടും. ഇവിടെ 4 ഓം 4 ഓം. അഗൈൻ ഈ 4 ഓം 4 ഓം ഈ അടുത്തടുത്തുള്ള 4 ഓം എന്താണ്? പാരലലാണ്. അതിന് നെറ്റ് എഫക്റ്റ് തന്നെ 2 ഓം കിട്ടും. ആ 2 ഓം കിട്ടുമ്പോൾ എന്താണ്? 2 ഓം ഇവിടെ കിട്ടി. ഇവിടെ ഓൾറെഡി 4 ഓം ഉണ്ട്. അത് താഴോട്ട് ഇറക്കുമ്പോൾ 2 ഉം 4 ഉം 6 ഓം കിട്ടി. RTH കിട്ടി. ദെൻ നെക്സ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി എന്ത് ചെയ്യണം? VTH കാണണം. ടു ഫൈൻഡ് VTH കാണാൻ നമ്മൾ എന്ത് ചെയ്തു? ആ സർക്യൂട്ട് അതേമാതിരി എടുത്ത് എഴുതി. 48 വോൾട്ട്. ഇവിടെ ഒരു 4 ഓം ഉണ്ട്. ഇവിടെ ഒരു 10 ആംപിയർ ഉണ്ട്. അഗൈൻ ഇവിടെ ഒരു 4 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്, 4 ഓം ഉണ്ട്, 4 ഓം ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാണ്? XY ടെർമിനൽ ഉണ്ട്. ഇവിടെ എക്സ് ടെർമിനൽ ഉണ്ട്, ഇവിടെ വൈ ടെർമിനൽ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോഡ് ഫിക്സ് ചെയ്യണം. ഇവിടെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ്? കണക്ഷനിൽ. അപ്പോൾ അതൊരൊക്കെ എന്ത് ചെയ്യാണ്? ഒരൊറ്റ നോഡായിട്ടാണ് ആക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു നോഡായിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് നോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു V1. ഈ ഒരു നോഡിന് എന്ത് ചെയ്തു? 2 എന്നുള്ള നോഡ് എടുത്തു. അതിൻ്റെ വോൾട്ടേജ് നമ്മൾ V2. ദെൻ അറ്റ് നോഡ് 1
നോഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോയിന്റിലോട്ട് ഒരു കണക്ഷൻ രണ്ട് കണക്ഷൻ താഴോട്ട് കൊണ്ട് ആദ്യം ഈ 4 ഓം എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ 4 ഓം കൺസിഡർ ചെയ്യാം. ഈ 4 ഓം കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും, V1 മൈനസ് 48/4. ദെൻ കറണ്ട് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു അപ്പുറത്ത് എഴുതുക, അത് കൺസിഡർ ഇല്ല. ഈ V1 എന്നുള്ള ഈ പാരലായിട്ടില്ല ഈ 4 ഓം കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും, പ്ലസ് V1 മൈനസ് 0/4. ദെൻ ഇവിടെ V1 ഉണ്ട്, ഇവിടെ V2 ഉണ്ട്, അതിന് അക്രോസ് എത്ര ഉണ്ട്, ഒരു 2 ഓം ഉണ്ട്, പ്ലസ് V1 മൈനസ് V2/2 ഈക്വൽ. ദെൻ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, അത് ഈ നോഡിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്ത ഫസ്റ്റ് നോഡിലോട്ട് എന്താണ്, ഇൻകമ്മിങ് ആണ്. ഇൻകമ്മിങ് ആകുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് 10 ആണ് വരുന്നത്. ദെൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യും, V1/4 മൈനസ് 48/4 പ്ലസ് V1/4 മൈനസ് 0/4 പ്ലസ് V1/2 മൈനസ് V2/2 ഈക്വൽ ടു 10. ദെൻ നമ്മൾ V1/4 എന്ന് പറഞ്ഞാൽ 1/4 എന്നാണ് എഴുതുന്നത് കേട്ടോ. 0.25 V1 മൈനസ് 4/4 4 4 ഒരു പ്രാവശ്യം, 8 4 2 പ്രാവശ്യം 12 പ്ലസ് ഒരു 0.25 V1. ഇത് ക്യാൻസൽ ചെയ്തു പോകും, 0/4 1/2 V1 എന്ന് പറഞ്ഞാൽ 0.5 V1 മൈനസ് 1/2 V2 പറഞ്ഞാൽ 0.5 V2 ഈക്വൽ ടു 10 കിട്ടി. ദെൻ മൊത്തം എത്ര V1 ഉണ്ട്, 0.25 ഇതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തിനാ 0.5 കിട്ടും. ഈ 0.5 കൂട്ടി 1 V1 കിട്ടും മൈനസ് 0.5 V2 ഈക്വൽ ടു 10. ഈ മൈനസ് 12 ഈക്വൽ ടു അപ്പുറത്തോട്ട് തന്നെ പ്ലസ് 12 കിട്ടും. ദെൻ V1 മൈനസ് 0.5 V2 ഈക്വൽ ടു എന്ത് കിട്ടും, 10 + 2 22. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ എങ്ങനെ 1 കിട്ടിയെന്ന് മനസ്സിലായില്ലേ. ഇവിടെ ഈ ഒരു ഏരിയ ഒറ്റ നോഡ്, അവിടെ കണക്ഷനല്ല, ഇത് V1 ആയിട്ട് എടുക്കും. V1 നിന്ന് 1 ഒരു കണക്ഷൻ ഇങ്ങോട്ട് കൊണ്ട്, രണ്ടാമത്തെ കണക്ഷൻ ഇങ്ങോട്ട് കൊണ്ട്, മൂന്നാമത്തെ കണക്ഷൻ ഇങ്ങോട്ട് കൊണ്ട്, നാലാമത്തെ കണക്ഷൻ ഇങ്ങോട്ട് കൊണ്ട്, ഈ 4 കണക്ഷനും ഓരോന്നായിട്ട് എടുക്കുക. ആദ്യം ഒന്നാമത്തെ ഈ കണക്ഷൻ എടുക്കുമ്പോൾ തന്നെ V1 മൈനസ് 48/4 കിട്ടും, പ്ലസ് V1 ഈ 4 കൊടുക്കുക. അടിയിൽ എന്താണ്, ഗ്രൗണ്ടാണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണ്. V1 മൈനസ് 0/4 പ്ലസ് ഇവിടെ V1 ഉണ്ട്, ഇവിടെ V2 ഉണ്ട്, V1 മൈനസ് V2/2 ഈക്വൽ. ഈ കറണ്ട് സോഴ്സ് ഉണ്ട് ഇവിടെ നാലാമത്തെ, അത് ഈക്വൽ ടു അപ്പുറത്ത് എഴുതുക. അതിനോടോട്ട് ഇൻകമ്മിങ് ആണ്, ഇൻകമ്മിങ് ആകുമ്പോൾ പ്ലസ് 10 ആയിട്ട് എഴുതും. ദെൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, V1/4 മൈനസ് 48/4 പ്ലസ് V1/4 മൈനസ് 0/4 പ്ലസ് V1/2 മൈനസ് V2/2 ഈക്വൽ ടു 10. V1/4 ആണ് 0.25 V2 മൈനസ് 48/4 ആണ് 12 കിട്ടും. അഗെയിൻ V1/4 ആണ് 0.25 V1 പ്ലസ് 0.5 V1 മൈനസ് 0.5 V2 ഈക്വൽ ടു 10 കിട്ടും. ദെൻ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.25 V1 പ്ലസ് 0.2 ആണ് 0.5 പ്ലസ് 0.5 ആണ് 1 V1 മൈനസ് 0.5 V2 ഈക്വൽ ടു 12 കിട്ടും. ദെൻ ഇനി രണ്ടാമത്തെ നോഡ് കൺസിഡർ ചെയ്യണം. രണ്ടാമത്തെ നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, 3 കണക്ഷൻ പോകുന്നുണ്ട്. ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അതവിടെ എന്ത് ചെയ്യാണ്, ഓപ്പൺ ടെർമിനലാണ് ഈ ഭാഗം. അപ്പോൾ ഇതിലോട്ട് 2 കണക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ദെൻ രണ്ടാമത്തെ നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിലുള്ള ഈ റെസിസ്റ്റൻസ് എടുക്കാൻ പറ്റും. V2 ന്ന് താഴോട്ടുള്ളത് ഒരെണ്ണം, V2 ന്ന് V1 V2 മൈനസ് ഇവിടുത്തെ എത്രയാണ് 0. അപ്പോൾ എന്ത് വരും, V2 മൈനസ് 0 ഡിവൈഡ് ബൈ അതിനുള്ള റെസിസ്റ്റൻസ് 4 ഓം പ്ലസ് V2 മൈനസ് ഈ 2 ഓം എടുക്കുമ്പോൾ V2 മൈനസ് V1 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0. അപ്പോൾ പുതിയ പേജിലോട്ട് എടുത്ത് എഴുതാണ് V2 മൈനസ് 0 ഡിവൈഡ് ബൈ 4 പ്ലസ് V2 മൈനസ് V1 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ V2/4 മൈനസ് 0/4 പ്ലസ് V2/2 മൈനസ് V1/2 ഈക്വൽ ടു 0 എടുക്കും. ദെൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 0.25 V2, ഇത് ക്യാൻസൽ ചെയ്ത് പോകും. 1/2 0.5 V2 മൈനസ് 0.5 V1 ഈക്വൽ ടു 0. കോൺസ്റ്റൻറ്റ് നമ്പറൊന്നുമില്ല. ആദ്യം മൈനസ് 0.5 V1 എഴുതി, മൈനസ് 0.5 V1.
പ്ലസ് ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.75 V2 ഈക്വൽ ടു 0 കിട്ടും. ദെൻ ഈക്വേഷൻ നമ്പർ 2. ദെൻ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാണ്, അൺനോൺസ് എടുക്കുക, ഇക്വേഷൻ എടുക്കുക, 2 അൺനോൺ. കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യുക, ഇക്വേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിലെന്ത് ചെയ്യുക 2 അൺനോൺസിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതേമാതിരി ഇക്വേഷൻ കൊടുക്കണം. അതിൽ V1 V2 വാല്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് V1 = ഇത്ര വോൾട്ട് കണ്ടിട്ട് കിട്ടും, V2 എന്ന് പറയുന്നത് ഇത്ര വോൾട്ട് കിട്ടും. അതിൽ V2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് VTH. VTH എന്ന് പറഞ്ഞാൽ എന്താണ്, V2ൻ്റെ വാല്യൂ ആണ് കിട്ടുക. അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, Pmax എന്നുള്ള ഇക്വേഷനിൽ എന്ത് ചെയ്യണം, VTHൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × RTH ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ഇന്ന് 2 മണിക്കുള്ളിൽ നോട്ടിൽ എഴുതിയിട്ട് ആ ക്ലാസ് നോട്ട് എനിക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.